ഹായ് ചെങ്ങന്മാരെ, ഇന്ന് നല്ലൊരു മീൻപിടുത്തം കണ്ടാലോ. ഞാനും ശാംബ്രോയും പിന്നെ ജ്യേഷ്ഠന്റെ മോനും പെങ്ങളെ മോനൊക്കെ ആയിട്ട് ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ടാ. അത്യാവശ്യം മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. സുഹൃത്തായ ശ്യാമിത വലിച്ചു കൊണ്ടുവരുന്നുണ്ടാ ഒരു മീനെ. എന്ത് മീനാണെന്ന് അറിയില്ല, വിലക്ക് കോരാനുള്ള പരിപാടിയാട്ടാ. അതാ കോരി എടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടിയത് നല്ലൊരു പുല്ലൻ മീനാട്ടാ. ഞങ്ങളെ നാട്ടിൽ പുല്ലൻ മീനാണെന്ന് പറയില്ലേ കോഴിക്കോട്. അത്യാവശ്യം വലിപ്പമുള്ള ഒന്നിനെ കിട്ടി. അങ്ങനെ ഒന്ന് കിട്ടി. ഇനി അടുത്ത മീനെ പിടിക്കാനായിട്ട് വീണ്ടും തീറ്റ എറിയാട്ടാ. ഈ സ്പോട്ടിൽ കളം തെളിയിച്ചതിന് ശേഷം ഒരുപാട് മീനുകൾ എത്തിയിട്ടുണ്ട്. ഇനിയും മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ചൂണ്ടൽ അതാ ദൂരേക്ക് എറിഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടാ. നല്ല ബൈറ്റ് ഫിഷിംഗ് ആയിരുന്നു എന്ന്. ചൂണ്ടക്ക് കൊളത്തി വരുന്നുണ്ട് കേട്ടാ. ശാംബ്രോ അതാ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്ത് മീനാണെന്നറിയില്ല. അതാ വെള്ളമൊക്കെ മറച്ചു വരുന്നുണ്ട് ഒരു മീനിട്ടാ. പുല്ലൻ മീനാട്ടാ. പുല്ലനാണ് വീണ്ടും കിട്ടിയത്. അതിനെ വലയിലാക്കാതെ നേരെ ഇട്ട് തന്നെ കരയിലേക്ക് ആശാൻ ദാ എടുത്ത് എറിയുന്നുണ്ട് കേട്ടാ. അത്യാവശ്യമൊക്കെ വലിപ്പമുള്ള മീനുകളാണ് കിട്ടുന്നത്. ഏതായാലും ഇന്ന് കറിക്കുള്ളതും ഫ്രൈക്കുള്ളതൊക്കെ അടിപൊളിയാണ്ടാ. ഇട്ട പാടെ ചളിയിലേക്ക് അതിന്റെ തല ആണെന്ന് പോയിട്ടുണ്ട്. അവിടെ ലോക്കായി കിടക്കാൻ തോന്നുന്നുണ്ട്. വീണ്ടും പുറത്തേക്ക് ചാടിയിട്ടാ. ജ്യേഷ്ഠന്റെ മോൻ ഓടി വന്ന് അതിനെടുത്തിട്ട് വീണ്ടും വലയിലേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ മീനുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതാ കിട്ടി തുടങ്ങിയിട്ടാ. രാവിലെ വന്ന പാടെ തന്നെ പെട്ടെന്ന് മീനുകൾ ഇങ്ങനെ കൊത്തി തുടങ്ങിയതിന്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുല്ലനും ചെറുതു പുല്ലനും ഒക്കെ കിട്ടി. നല്ല ബൈറ്റ് ഫിഷിങ്ങിൽ കിട്ടുന്ന അടിപൊളി മീനാട്ടോ. അടുത്തതായിട്ട് വീണ്ടും എനിക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മീൻ ആ കരയ്ക്കെത്തി നല്ല വലക്കി കോരാനുള്ള പരിപാടിയായിട്ടാ. വല വെച്ചില്ലെങ്കിൽ ചിലതെല്ലാം തെറിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം വല വെച്ച് കോരിയെടുക്കാണ്. കൂടെ ഒരു പരലും കുടുങ്ങിയിട്ടുണ്ട് കേട്ടാ. പരല് കുടുങ്ങിയത് നോക്കാതെ വീണ്ടും തീറ്റ എടുക്കാൻ ചുണ്ടൻ മീനാണ് കേട്ടോ എത്തിയത്. ഇന്ന് ചുണ്ടൻ മീൻ ഇതാ അടുത്ത് ചുണ്ടനെയാണ് കിട്ടിയത്. അങ്ങനെ അത്യാവശ്യം മീനുകളൊക്കെ കയറിക്കൊണ്ടേ ഇരുന്നിട്ടാ. നല്ല ബൈറ്റ് ഫിഷിങ് ആയിരുന്നു നിന്ന്. ഇങ്ങനെ കിട്ടിയ മീൻ ഇത്ര ആട്ടാ. വലിയ മീനും ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ ചെങ്ങന്മാരെ. എല്ലാവർക്കും ബൈ ബൈ.